പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുമാകില്ല. അതുക്കും മേലെ എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് ആദ്യ ദിനത്തിലെ പ്രവർത്തികൾ. ചുമതല ഏറ്റെടുത്ത ആദ്യ ദിനം തന്നെ ഇതിന്റെ സൂചനകളാണ് സംസ്ഥാന സർക്കാരിന് കിട്ടിത്തുടങ്ങുന്നത്. ഗവർണറുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നീക്കാനുള്ള സർക്കാരിന്റെ നീക്കം തടുത്ത് പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നൽകുന്നതും വ്യക്തമായ സന്ദേശമാണ്. ഗവർണറുടെ സുരക്ഷാ വലയത്തിലെ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി പുതിയ ആളുകളെ നിയോഗിച്ച സർക്കാർ തീരുമാനമാണ് ഗവർണർ തിരുത്തിയത്. ഇതിനായി DGPയുടെ ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിനെ ഗവർണർ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി. ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന് വിശ്വസ്തരായിരുന്ന ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി പകരം സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വേണ്ടപ്പെട്ടവരെ രാജ്ഭവനിലേക്ക് നിയോഗിക്കുകയായിരുന്നു ശ്രമം. പുതിയ ഗവർണറെ നിരീക്ഷിക്കാനുള്ള സർക്കാർ തന്ത്രമായിരുന്നു ഇതിനു പിന്നിലെന്നും സർക്കാരിനെതിരെ ഗവർണർ നീങ്ങുമെന്ന സംശയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടെന്നും ഇതാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ മാറ്റത്തിൽ പ്രതിഫലിപ്പിച്ചതെന്നുമാണ് വിലയിരുത്തൽ. ഒഴിവാക്കപ്പെട്ടവർ തന്നെയാണ് പരാതി ഗവർണറെ അറിയിച്ചത്. രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ഗവർണർക്ക് തന്നെ നിരീക്ഷിക്കാനുള്ള നീക്കത്തിൽ സംശയം ശക്തമായി. ഇതോടെ മനോജ് എബ്രഹാമിനെ ഇക്കാര്യം അറിയിക്കുകയും കാണാൻ താല്പര്യം പ്രകടിപ്പിക്കുകയുമായിരുന്നു. ഗവർണറുടെ ആവശ്യം മനോജ് എബ്രഹാം അംഗീകരിച്ച് രാജ്ഭവനിലെത്തി. ഇതിനുശേഷം തിരുത്തലിനും തയ്യാറായി. ഏതെല്ലാം ഉദ്യോഗസ്ഥർക്കാണ് ഇതിന്റെ ആനുകൂല്യം കിട്ടുക എന്നത് വ്യക്തമല്ല. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാന്റെ ADCയെ റെയിൽവേയിലേക്ക് സർക്കാർ മാറ്റിയിരുന്നു. IPSകാരുടെ സ്ഥലം മാറ്റം സർക്കാരിന്റെ അധികാര പരിധിയിലാണുള്ളത്. ഇതിൽ തിരുത്തലിന് ADGPക്ക് കഴിയുകയുമില്ല. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരള ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. വ്യാഴാഴ്ച രാവിലെ 10:30 രാജ്ഭവനിൽ നടന്ന ചടങ്ങിലാണ് അർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്തത്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ, ഗവർണറുടെ ഭാര്യ അനഘ അർലേക്കർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഇതിനുശേഷമാണ് രാജ്ഭവനിലെത്തി മാറ്റങ്ങൾ അർലേക്കർ ഇടപെട്ട് നടത്തിയത്. മുൻപ് ഗോവ നിയമസഭാ സ്പീക്കർ ആയിരുന്നു രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ബീഹാർ ഗവർണറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഹിമാചൽ പ്രദേശ് ഗവർണറായും സ്ഥാനം വഹിച്ചിട്ടുണ്ട്. 1980കളിൽ ഗോവ DJPയിൽ സജീവ സാന്നിധ്യം. പാർട്ടിയിൽ വിവിധ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. RSS പ്രചാരകനുമായിരുന്നു. 2015 ഗോവ മന്ത്രിസഭ പുനഃസംഘടനയിൽ അർലേക്കർ വനം വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2021 ഹിമാചൽ പ്രദേശിലെ ഗവർണറായി നിയമിതനായി. പിന്നീട് 2023 ബീഹാർ ഗവർണറായി നിയമിതനാകുകയായിരുന്നു.